ഹലോ എവരിവൺ, തന്നിക്കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത്. ഒരു കുട്ടി ട്രിപ്പ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണേ. ഒന്നുമല്ല, പെട്ടെന്നുണ്ടായ പോക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഹറിബറിയായിട്ടാണ് മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പം കാറിൽ നിന്നാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ആൾ നല്ല ഉറക്കമാണ്. ഒരു 3:30-4 മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടപ്പോൾ. അത്യാവശ്യം നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കക്കാടംപുഴേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. തന്നിക്കുട്ടീനെ ഞാനും ഉമ്മയും മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നിലമ്പൂർ എത്തി. നിലമ്പൂർ പാട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമാണ് കേട്ടോ ഇപ്പോൾ കടകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓപ്പണായി തുടങ്ങുന്ന ടൈമാണ്. അപ്പോൾ അത്യാവശ്യം വിസിറ്റേഴ്സൊക്കെ ഉണ്ട്. നിലമ്പൂർ പാട്ട് തുടങ്ങിയാൽ പിന്നെ നിലമ്പൂരിലെ ആഘോഷമാണല്ലോ. അപ്പോൾ പോണ വഴിക്ക് ഇപ്പോൾ പായസം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്രൂട്ട് സലാഡിൻ്റെ പായസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പിൽ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്യൂ പുഡിങ്ങാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ എന്തായാലും തന്നുകുട്ടിയാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഈ ഒരു ടൈമിൽ ഒക്കെ 90 ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ടാണ് നമ്മൾ പോണത്. അപ്പം കുഴപ്പമൊന്നുമില്ല. എന്നാലും അവൾ കംഫർട്ടബിൾ ആണോ, പിന്നെ ഈ എന്തെങ്കിലും ഇടങ്ങേറുണ്ടോ, ഇതൊക്കെ നമ്മളെ കൺസൾട്ടേഷനാണ് കേട്ടോ. പിന്നെ അധികം അവളെങ്ങനെ ഇടങ്ങേറാക്കാതെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ നൂരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ട് ടൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടമ്പോയിൽ ഇപ്പോൾ പുതിയ പാർക്കൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടിയും കൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ട്രാവലിങ് ചെയ്ത് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇഷ്യൂ ഒക്കെ വേണ്ട, അത് ഒന്നുമില്ല, ട്രിപ്പായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ജസ്റ്റ് കോഴിക്കോടറ്റം പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നു കേട്ടോ. പെട്ടെന്ന് കോഴിക്കോട് അധികം നിന്നിട്ടില്ല. കോഴിക്കോട് നിന്ന് ഫുഡ് കഴിച്ച് ജസ്റ്റ് ബീച്ചിൽ ഇറങ്ങി കുട്ടികളൊന്ന് കളിച്ചു, റിജുഷ് ഒന്ന് കളിച്ച് അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് പോകുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല കൊതുകുണ്ടായിരുന്നു. കുട്ടിയും കൊണ്ട് റിസ്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കക്കാടംപുഴയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങളങ്ങനെ പോന്നു. കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ കക്കാടംപുഴയാണ് കേട്ടോ. ബട്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമുക്കങ്ങനെ കാഴ്ചയല്ലല്ലോ, അവർക്ക് കളിക്കണം അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ നല്ല അടിപൊളി പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം ആയതുകൊണ്ട് തന്നെ അത് നടക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല രാത്രി ആയിട്ടുണ്ട്. ഒരു 10 മണി എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പം. തിരക്കിന് ഒരു കുറവില്ല. പിന്നെ നമ്മളെ കോഴിക്കോട് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ബീച്ചിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി തന്നുകുട്ടീനെ അവിടെ കടത്തിയിട്ടുണ്ട്. ഫുഡ് വരുന്ന വരെ ഇയാൾ ഈ കടത്തം കടന്നിട്ടുള്ളൂ കേട്ടോ. വന്ന് കഴിഞ്ഞാൽ കഴിക്കൽ തുടങ്ങി, കരച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ടിരുന്നു. ഒരു ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കഴിച്ചത്. ഞാൻ ഉപ്പച്ചി ഷവായാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഋജും ഷവർമ്മയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഷ്യൂ പിന്നെ 2-3 പാടെയാണ് കേട്ടോ കഴിച്ചത്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പാർക്കിങ് കിട്ടി. അപ്പോൾ പിന്നെ ബീച്ചിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സാധാരണ അറിയാലോ, പാർക്കിങ് കിട്ടാൻ ഭയങ്കര പണിയാണ് ബീച്ചിൽ. മെയിൻ ബീച്ചിൻ്റെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മെയിൻ ബീച്ചിലൊന്ന് കാല് കുത്താൻ ഈ ഒരു ടൈമിലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നുകുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട് അവളെയും കൊണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.